ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആര്യാസ് ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ. ഈസ് ബോൺ ഹെൽപ്പ് മീ റൈറ്റ്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, കാരണം എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ ഇന്നലെ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ടും 7 വർഷമായി, 7 വർഷമായി. ഇതുവരെയും ഉണ്ണിയപ്പം ഉണ്ടാക്കി മനുവേട്ടനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. റെസിപ്പിന്ന് എനിക്കായിട്ട് അറിയില്ല. ഞാൻ കുറേ റാൻഡം യൂട്യൂബ്സൊക്കെ നോക്കി വച്ചിട്ടുണ്ട്. പിന്നെ അമ്മ പറയാം. അപ്പോൾ അമ്മ ഉണ്ടാക്കും നല്ല രീതിയിൽ. അമ്മ അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല, ഇച്ചിരി ബൾക്കായിട്ടാണ് അമ്മ ഉണ്ടാക്കുന്നത്. കാരണം അച്ഛൻ അബ്രോഡാണ്. അപ്പോൾ അച്ഛന് കൊടുത്തേക്കാനൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിനെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാൻ രീതിയിൽ കുറേ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ അത്രയൊന്നും ഉണ്ടാക്കുന്നില്ല. ആദ്യത്തെ ഒരു ജസ്റ്റ് ട്രൈ എന്ന രീതിയിൽ കുറച്ച് ഉണ്ടാക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. അതിനുശേഷം അമ്മേനെ സഹായിക്കും. അതെ, അപ്പഴേ നമ്മൾ കഴിക്കും. അപ്പ കൊടുത്തിട്ടില്ല. അതിനുശേഷം മുന്നില്ല. അപ്പൊ വന്നതിന് ശേഷം അപ്പയ്ക്ക് കൊടുക്കാം. അതിനുശേഷം സഹായിക്കണം അമ്മ. അപ്പഴേ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. Let's get into the video. അപ്പോൾ ഞാനും കണ്ണും കൂടെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇത്രയും ശർക്കര, എനിക്ക് അളവൊന്നും കറക്റ്റ് അറിയില്ല. മാവ് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഒഴിക്കാം. ബാക്കി പാനി വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ എന്തെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഉപയോഗിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഫൈൻ പൗഡറാണല്ലോ അരിപ്പൊടി. അപ്പോൾ അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. മൈദ, റവയാണ്. റവ ഒരു സ്പൂൺ. ഇത് ഒരു 3 പാളയംകുടൻ പഴം മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇതുകൂടെ ഇതിലോട്ട് ചേർത്തോളൂ. ഇതെന്തോന്നാണ്? പൊടി. എന്തോ പൊടി? ഏലക്കാപ്പൊടി. യെസ്. കാഡമം പൗഡർ. ഓക്കെ, ഇത് നമുക്കൊരു 2 നുള്ള് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ മതി. മധുരമായതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ ഇതുമാതിരി അരിഞ്ഞതിങ്ങനെയായിട്ട് വറുത്തെടുക്കും. ശിവ് ഉണർന്നുകൊണ്ട് കണ്ണൻ ശിവിൻ്റെ കൂടെ ഇരിക്കുകയാണ്. തട്ടരുത്. ഇത് നല്ലോണം ബ്രൗൺ കളറാക്കി എടുക്കണം നമ്മൾ. അപ്പോൾ തേങ്ങ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇഷ്ടമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പത്തിൽ കപ്പലണ്ടി കടിക്കാൻ കിട്ടുന്നത്. അതുപോലെ ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കപ്പലണ്ടി ബ്രൗൺ കളറായി നല്ല ഗോൾഡ് കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ശർക്കര പാനി കുറച്ച് കട്ടിയായിപ്പോയി, ഇത് അടിച്ച് വെച്ചതാണ്. ആദ്യം കുറച്ച് മധുരം കൂടിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഒഴിക്കാം. കട്ടിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം, ചൂട് വെള്ളം. ഇതിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണ്ട. ഓക്കെ, ഈ ചൂടുവെള്ളം തന്നെ ചേർക്കാം. ബബിൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മധുരമൊക്കെ ഓക്കെയാണോ നോക്കാം നമുക്ക്. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കൺസിസ്റ്റൻസി ആവശ്യമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കറക്റ്റ്. നമ്മൾ എല്ലാം ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ കൺസിസ്റ്റൻസി ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ലൂസാവാം. ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരാളിവിടെ ഉണ്ട്. കുറച്ചുകൂടെ ഇച്ചിരി കൂടെ കണ്ണ് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് അമ്മേ. മിക്സ് ചെയ്തോ. ശിവ അമ്മ എന്തോ ഉണ്ടാക്കണേ? ഇത് ഏട്ട എന്തോ ചെയ്യണേ? നോക്ക്. ഹലോ ഗായ്സ്. കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നോക്കട്ടെ. ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ കുറച്ച് നേരം അടച്ച്
ഒരു 2 to 3 hours. ഇല്ലേ ഇപ്പൊ അല്ല അവിടെ കളിക്കിച്ച് ടേസ്റ്റ് നോക്കൂ. കുറച്ചുകൂടി കളിക്കാം. നമ്മൾ കൂടെ കലക്കട്ടെ, നമ്മൾ കൂടെ കലക്കട്ടെ, നീ നമ്മളെ കൂടെ കലക്കട്ടെ, നമ്മുടെ കൂടെ കലക്കട്ടെ. നോക്ക്, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ആരാണ്? അരി കാണില്ലേ? ഇത് അടക്കി നല്ല സാധിച്ചിട്ടുണ്ട്. 10 മണിയാവട്ടെ. ഇപ്പം ഇത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിത് നോക്കിയപ്പോഴത്തേക്കും കൺസിസ്റ്റൻസിയൊക്കെ ഓക്കെയാണ്. ഇതൊരു ചെറിയ ബൗളിലാക്കിയിട്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിലോട് കയറ്റാം. ഓക്കെ, അപ്പം ഞാനിതാ ഉണ്ണിയപ്പച്ചട്ടി ഇതിൻ്റെ വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഓരോ കുഴിയിലോട്ടും എണ്ണ കെട്ടി കൊടുക്കാൻ പോവാണ്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മാവിതിലോട്ട്, എണ്ണ ചൂടായെന്ന് തോന്നുന്നു, നമുക്ക് കുറച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഫ്ലെയിം ഞാൻ കുറച്ച് കൊടുത്തു. ഇനി നമുക്ക് ഓരോ കുഴിയിലിങ്ങനെ കുത്തി കൊടുക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ജ്യൂസ് ആക്കണമെന്ന് തോന്നുന്നു. ഒഴിച്ചപ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ്സ് സക്സസ്. ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. നമുക്ക് ചെറിയ തീയിൽ തന്നെ മൂപ്പിച്ചെടുക്കാം. നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ദെൻ ഇനി എല്ലാം ഉണ്ണിയപ്പം റെഡി ആയതിനു ശേഷം നമുക്ക് കാണാം. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്, നോക്കാം. മുഴിഞ്ഞു പോയി അല്ലേ? കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടോ? പ്ലീസ് എല്ലാവർക്കും സൗണ്ട്